ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് 304. നമ്മളിപ്പം നോക്കുന്നത് 60ാമത്തെ ഉപനിഷത്തായിട്ട് ശ്വേതാശുദ്ധരോപനിഷത്താണ് നോക്കുന്നത്. അതിൽ അധ്യായം 4 9 മുതൽ 12 വരെയുള്ള മന്ത്രങ്ങളാണ്. ഇതിലും ആ ബ്രഹ്മത്തെപ്പറ്റി, പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ ആ ബ്രഹ്മത്തെ പറ്റിയാണ് പറയുന്നത്. പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായി, അതിനാണ് ഈശ്വരൻ എന്ന് നമ്മൾ പറയുന്നത്. എന്നിട്ട് അത് ഉണ്ടായിരിക്കുന്ന തന്നെ സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ ശാസ്ത്ര പ്രപഞ്ച രഹസ്യങ്ങൾ, പ്രപഞ്ച തത്വങ്ങൾക്കാണ് വേദങ്ങൾ എന്ന് പറയുന്നത്. വേദം എന്ന് പറഞ്ഞാൽ അറിവ്, ജ്ഞാനം. ആ വേദങ്ങളിലെ ഛന്ദസ്സുകൾ, യജ്ഞങ്ങൾ, വേദങ്ങൾ എന്ന് പറഞ്ഞാൽ ഛന്ദസ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് യജ്ഞങ്ങൾ. പല ശാസ്ത്ര തത്വങ്ങൾ ഛന്ദസ്സുകളുടെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഫലമായിട്ടുള്ള യജ്ഞങ്ങൾ. യജ്ഞങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ എല്ലാം യജ്ഞമാണ്. ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നതും ഒരു യജ്ഞമാണ്. സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന എല്ലാത്തിനെയും യജ്ഞങ്ങൾ എന്ന് പറയാം. ജ്യോതിഷപരമായ കാര്യങ്ങൾ അതെല്ലാം വേദങ്ങളിലുണ്ട്. ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിശേഷ യജ്ഞങ്ങൾ, വിദേശ ജ്യോതിഷവുമായിട്ട് ഗ്രഹങ്ങളുമായിട്ടെല്ലാം ബന്ധപ്പെട്ട യജ്ഞങ്ങളുണ്ട്. ഇപ്പോൾ റോക്കറ്റിലെല്ലാം കയറിയിട്ട് മറ്റുള്ള ലോകങ്ങളിലെല്ലാം പോകുന്നത് മറ്റ് ലോകങ്ങളിൽ, ഗ്രഹങ്ങളിലെല്ലാം പോകുന്നത് വിശേഷ യജ്ഞങ്ങളാണ്. പിന്നെയോ വ്രതങ്ങൾ, പലതരത്തിലുള്ള വ്രതങ്ങൾ, സൽക്കർമ്മങ്ങൾ, നല്ല കർമ്മങ്ങൾ, സദാചാരം, നമ്മുടെ ജീവിത രീതികളെ പറ്റിയെല്ലാം മുതലാവുകയും, പിന്നെ ഭൂതം, ഭാവി, വർത്തമാന പദാർത്ഥങ്ങൾ, കഴിഞ്ഞ കാലത്തെ വസ്തുക്കൾ, ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ, ഭാവിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ, അതിലെല്ലാം പുരോഗതി നേടുകയാണ്. വസ്തുക്കൾ മാറ്റം സംഭവിക്കുകയാണ്. പണ്ട് ചിലപ്പം ഗോത്ര കാലഘട്ടത്തിലൊക്കെ വല്ല കിഴങ്ങെല്ലാം ചുട്ട് തിന്നുകയെല്ലാം ചെയ്തിട്ടുണ്ടാവും. ഇന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ആധുനിക കാലത്തിൽ നമ്മളിപ്പം ബിരിയാണിയും മറ്റും ഇതെല്ലാം ആയിട്ട് മാറിയിട്ടുണ്ട്. നാളെ ഇനിയിപ്പോൾ എന്താണെന്നൊന്നും പറയാൻ പറ്റില്ല. നാളെ ചിലപ്പോൾ വല്ല ഗുളിക രൂപത്തിലുള്ള സത്ത് മാത്രമായിരിക്കും നമ്മൾ കഴിക്കുന്നുണ്ടാവുക. ഇങ്ങനെ വെക്കാനും ഒന്നും തയ്യാറുണ്ടല്ല. കടയിൽ പോയി കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും സത്തായിട്ട് പ്രോട്ടീന് പ്ലസ് വൈറ്റമിൻ എ, ബി, സി, ഡി ഇതെല്ലാം കൂട്ടിച്ചേർത്തിട്ടുള്ള വല്ല മധുരമുള്ള വല്ലതുമായിട്ട്, അല്ലെ രസം വേണ്ടിക്കൽ അത് വല്ലത് ഐസ്ക്രീമിലെല്ലാം മിക്സ് ചെയ്തിട്ട് അത് കഴിച്ചാൽ മതി. അങ്ങനെയെല്ലാം ആയിരിക്കാം നാളത്തെ പറയാം. അപ്പോൾ വസ്തുക്കളിൽ മാറ്റം സംഭവിക്കുകയാണ്. അവയുടെയെല്ലാം അങ്ങനെയെല്ലാമുള്ള വസ്തുക്കൾ എല്ലാം തന്നെ ഈ പരമേശ്വരൻ്റെ അംശഭൂതങ്ങൾ തന്നെ. ഈ പ്രപഞ്ചം ഉണ്ടായ ശക്തിയുടെ അത് തന്നെയാണ് ഇതെല്ലാമായിട്ട് വന്നത്. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാമായിട്ട് വന്നത് അതിൻ്റെ അംശങ്ങളാണ് ഈ പലതായിട്ട് തിരിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ കാലത്തെ വസ്തുക്കളായാലും ഇന്നത്തെ കാലത്തെ വസ്തുക്കളായാലും നാളെ ഉണ്ടാക്കാൻ വന്നാൽ, അല്ലെങ്കിൽ ഇന്നത്തെ കുഴിമന്തി എന്തെന്നല്ല, അതുമെല്ലാം ആ പരമേശ്വരൻ്റെ അംശങ്ങൾ തന്നെയാണ് ഇങ്ങനെ പരിവർത്തനം ചെയ്ത് മാറ്റപ്പെടുന്നത്. അവയെല്ലാം പഞ്ചഭൂതങ്ങളിലൂടെ, അതായത് കരദ്രവവാത ഊർജം, പിന്നെ അതിനൊക്കെ കൊണ്ട് ഗോളങ്ങൾ ഉണ്ടാക്കി ഈ പ്രപഞ്ചത്തിൻ്റെ ആ ചലനവുമായിട്ടെല്ലാം ആയിട്ട് ബന്ധിപ്പിച്ചിട്ടാണ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അവയെല്ലാം തത്വങ്ങൾ, അതിൻ്റെയെല്ലാം തത്വങ്ങളുടെ രചയിതാവും അദ്ദേഹം തന്നെയാണ്. അങ്ങനെ കുറേ ശാസ്ത്ര തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ വസ്തുക്കളെ ഈ ബ്രഹ്മം ആദ്യം കണങ്ങളായി വന്നു, ഊർജമായി വന്നു, പിന്നെ കരദ്രവവാതകങ്ങളായിട്ട് വന്നു, എന്നിട്ട് അവയെല്ലാം കൂടിയിട്ടാണ് ഇങ്ങനെ ഗോളങ്ങളും എല്ലാം ആയിട്ട് മാറിയിരിക്കുന്നത്. അതിൻ്റെ എല്ലാം പിന്നിലുള്ള സയൻസ്, തത്വങ്ങൾ, സയൻസ് രചിച്ചത് ആരാണ്? ആ ബ്രഹ്മം തന്നെയാണ്. ബ്രഹ്മത്തിൽ നിന്നാണ് ഈ സയൻസും എല്ലാം ഉത്ഭവിച്ചുള്ള. ഇങ്ങനെയുള്ള ജഗത്തിൽ മഹാപുരുഷന്മാർ ഒഴികെയുള്ളവരെല്ലാം, അങ്ങനെയുണ്ടായ ഈ ജനങ്ങളിൽ മഹാപുരുഷന്മാർ ഒഴിച്ച്, മഹാപുരുഷന്മാർ എന്ന് പറഞ്ഞാൽ ഈ സത്യമെല്ലാം മനസ്സിലാക്കിയവരൊഴിച്ച്
ബാക്കിയെല്ലാം മായയിൽ ബന്ധിതരാണ്. ഇങ്ങനെ ശാസ്ത്രീയമായി ഈ ഒരു രൂപവും ഭാവവും ഇല്ലാതെ ബ്രഹ്മമാണ് ഏതോ ഒരു ശക്തി, അതിനാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. അതാണ് ഇങ്ങനെയെല്ലാം പരിവർത്തനം ചെയ്തിട്ട് നമ്മളെല്ലാമായി മാറിയിട്ട് അതിന് പിന്നീട് രൂപമാറ്റങ്ങളും എല്ലാം സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്ന മഹാപുരുഷന്മാർ ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം ഒരു മായയിൽ അകപ്പെട്ടുകൊണ്ട് ഉഴലുകയാണ് ഈ ലോകത്തിൽ. കാരണം മായ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഞാൻ ആ ബ്രഹ്മം തന്നെയാണ്. ബ്രഹ്മം തന്നെയാണ് എന്നെക്കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത്. ഈ അപ്ലോഡ് ചെയ്യുന്നതും ആ ബ്രഹ്മമാണ്. ബ്രഹ്മം തന്നെയാണ് പ്രമോദായി വന്നത്. ഉള്ളിലിരുന്നു കൊണ്ട് പ്രമോദിനെ കൊണ്ട് ഇത് ചെയ്യിക്കുന്നതും ആ ബ്രഹ്മം തന്നെയാണ് എന്ന സത്യം മനസ്സിലാക്കിയവർ അതാണ് മഹാപുരുഷന്മാർ. അതൊഴിച്ച് അതല്ല, അങ്ങനെ ഒന്നുമില്ല, ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് ഇതത്രയും ചെയ്യുന്നത് എന്ന് ചിന്തിക്കുന്നവരെല്ലാം മായയിലകപ്പെടുകയാണ്. എങ്ങനെയാണത് മായയിലകപ്പെടുത്തിയിരിക്കുന്നത്? എന്നിൽ ഞാനെന്നൊരു ചിന്ത ഉണ്ടാക്കുന്നു, എന്നിട്ട് എന്നെ കൊണ്ട് തോന്നിക്കുന്നു എല്ലാം ഞാനാണ്. എന്നിട്ട് എനിക്കൊരാഗ്രഹം ഉണ്ടാകുമ്പോൾ എൻ്റെ ആഗ്രഹം കൊണ്ട് ഞാൻ എന്തെല്ലോ ചെയ്യുന്ന മാതിരി യൂട്യൂബ് അപ്ലോഡ് ചെയ്യുകയാണ് എനിക്ക് വേണ്ടിയിട്ട്. എല്ലാം ഞാൻ ചെയ്യുന്നതാണ്. യഥാർത്ഥത്തിൽ ഇതിലൊന്നും എനിക്കൊരു റോളുമില്ല. ആ ബ്രഹ്മം തന്നെയാണ് ഞാൻ. പ്രമോദായി വന്നതും എന്നെക്കൊണ്ട് ഇതെല്ലാം പറയിപ്പിക്കുന്നതും എല്ലാം ആ ബ്രഹ്മം തന്നെയാണ്. അതിപ്പോഴേ മായയിൽ നിന്ന് മാറുകയുള്ളൂ. അല്ലാതെ ഞാനിത് ചിന്തിച്ചിട്ട് ഇതെല്ലാം ചെയ്യുമ്പോൾ നമ്മളെല്ലാം മായയിൽ ബന്ധിതരായിരിക്കുകയാണ്. ആ പരമാത്മാവിനെ സാക്ഷാത്കരിക്കുന്നത് വരെ അവന് പ്രകൃതിയിൽ നിന്നും മോചനം സാധ്യമല്ല. ഈ ഒരു ചിന്തയിലൂടെ അവൻ്റെ മനസ്സിനെ രൂപകൽപ്പന ചെയ്യുന്നത് വരെ അവന് പ്രകൃതിയിൽ നിന്നും, പ്രകൃതി എന്ന് പറഞ്ഞാൽ മായ സൃഷ്ടിക്കപ്പെട്ടതാണ്. എല്ലാം ഞാനെന്ന ചിന്ത വെച്ചിട്ട് സൃഷ്ടിച്ചത് ഉള്ളതാണ്. ഇവിടെ എല്ലാ കാണുന്നതിനും ഞാനെന്നൊരു ചിന്തയുണ്ട്. കല്ല് വിചാരിക്കുന്നു ഇത് ഞാനാണ്, ഞാനൊരു കല്ലാണ്, എനിക്കിത്ര ഭാരമുണ്ട് എന്നെല്ലാം ചിന്തിക്കാൻ കഴിവുണ്ടെങ്കിൽ അതങ്ങനെ ചിന്തിക്കും. അപ്പം അതെല്ലാം മായയിൽ അകപ്പെട്ടതാണ്. അതിൽ നിന്ന് മോചനം ലഭിക്കില്ല. ആയതിനാൽ മനുഷ്യൻ അദ്ദേഹത്തെ അറിയുവാനുള്ള ഉത്കടമായ ആഗ്രഹം എപ്പോഴും ഉണ്ടാകണം. അതുകൊണ്ട് നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ നമ്മൾ കർമ്മം ചെയ്യാൻ തന്നെയാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നെങ്കിലും ആ കർമ്മം ചെയ്യുമ്പോഴും ഇതിൻ്റെ പിന്നിൽ ആ ശക്തിയാണ് എന്ന സത്യം മനസ്സിലാക്കാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. എന്ത് കർമ്മം ചെയ്യുമ്പോൾ ഇത് അതാണ് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്, ഞാനല്ല എന്ന തരത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഇനി 10 ഈ പരമാത്മാവായ ഭഗവാന്റെ ശക്തി രൂപപ്രകൃതിയും, ഈ ഭഗവാന്റെ തന്നെ ഒരു ശക്തി രൂപമായിട്ടാണ് ഈ പ്രകൃതി ഉള്ളത്. ഭഗവാന്റെ ശക്തിയുടെ രൂപമാണ് ഈ പ്രകൃതി. ഭഗവാന്റെ ഒരു ശക്തി ഉപയോഗിച്ചിട്ടാണ് പ്രകൃതി എന്ന രൂപത്തിൽ അത് പ്രത്യക്ഷമായിരിക്കുന്നത്. പുരുഷനും പ്രകൃതിയും, പ്രകൃതിയാണ് ശക്തി. അപ്പം ആ പുരുഷന്റെ ശക്തി രൂപമാണ് ഈ പ്രപഞ്ചം. പ്രപഞ്ചം അതിൻ്റെ ശക്തിയിൽ നിന്നും, ശക്തി എന്ന് പറഞ്ഞാൽ ഊർജത്തിൽ നിന്നും ഉത്ഭവിച്ചതാണ്. ശക്തി എന്ന് പറഞ്ഞാൽ ഊർജമായിട്ടെടുക്കുക. ആ പരമാത്മാവിൻ്റെ ഊർജത്തിൽ നിന്നാണ്, ഊർജത്തിൽ നിന്നാണല്ലോ ദ്രവ്യം ഉണ്ടായിരിക്കുന്നത്. ആ ഊർജത്തിൽ നിന്നാണ് ഈ പ്രകൃതി ഉണ്ടായിരിക്കുന്നത്. അപ്പം ഭഗവാന്റെ ശക്തി സ്വരൂപമാണ് ഈ പ്രകൃതി. അതിൻ്റെ അധിപനാണ് ആ ഭഗവാൻ തന്നെയാണ്. അതിൻ്റെ അധിപനും ആ ഭഗവാൻ തന്നെയാണ്. അതിനെയാണ് പുരുഷനെന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഈ രണ്ടിനെയും പ്രത്യേകം മനസ്സിലാക്കണം. നമ്മൾ ഈ സത്യം തിരിച്ചറിയണം. ആ ശക്തി വിശേഷം, ആ ബ്രഹ്മം അതിൻ്റെ ശക്തി രൂപമായിട്ട് തിരിഞ്ഞിട്ട് പ്രകൃതിയായിട്ട് മാറുകയും അതിൻ്റെ അധിപനായിക്കൊണ്ട് പുരുഷ രൂപത്തിൽ അത് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് ദ്വയമായി മാറി പുരുഷനും പ്രകൃതിയുമായിട്ട്. പ്രകൃതി ആ ശക്തിയിൽ, ഊർജത്തിൽ നിന്നും ഉണ്ടായതാണ്. അതിനെ നിയന്ത്രിക്കുന്ന ഒരു അദൃശ്യ ശക്തി
ശക്തിയുടെ അതാണ് പുരുഷൻ. ഈ രണ്ടിനെയും രണ്ടായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഈ ഭഗവാന്റെ ശക്തി രൂപമായ മായാപ്രകൃതി, ആ പ്രകൃതിയാണ് മായയിൽ ബന്ധിതമായിരിക്കുന്നത്. പുരുഷനും പ്രകൃതിയുമായി മാറി. ആ പ്രകൃതിയാവുന്ന ശക്തി രൂപം അത് തന്നെയാണ് മായാപ്രകൃതി എന്ന് പറയുന്നത്. അതിന് കാരണമായ ധാരാണ് ആ പുരുഷനാണ്, ആ ശക്തി വിശേഷമാണ്, അത് ബ്രഹ്മം തന്നെയാണ്. അതിൻ്റെ അദ്ദേഹത്തിൻ്റെ അംശമാണ്. അപ്പൊ ആ ശക്തി വിശേഷത്തിൻ്റെ അംശം തന്നെയാണ് ഈ പുരുഷനും പ്രകൃതിയുമായിട്ട് മാറിയിരിക്കുന്നത്. അത് ഈ സമ്പൂർണ്ണ ജഗത്തിൽ വ്യാപിച്ചിരിക്കുന്നു. അപ്പം ആ ശക്തി വിശേഷം ബ്രഹ്മം ശക്തിയും പുരുഷനും ശക്തിയായിട്ട്, ശക്തി മായാരൂപത്തിൽ പ്രകൃതിയായിട്ടും അതിൻ്റെ പിന്നിൽ പുരുഷനു എന്ന രണ്ടായിട്ട് തരംതിരിഞ്ഞ് സർവത്ര ഈ കാണുന്നതെല്ലാം അത് തന്നെയാണ്. അതുകൊണ്ട് ഇതെല്ലായിടത്തും വ്യാപിച്ച് കിടക്കുകയാണ്. ഇനി 11 ഈ പരമേശ്വരൻ, ആ പരമേശ്വരൻ ഓരോ യോനിയുടെയും ഏകനായ അധ്യക്ഷനാണ്. അത് തന്നെയാണ് ഓരോ യോനിയുടെയും അധ്യക്ഷൻ. ഓരോ ജീവജാല യോനിയിലൂടെയാണല്ലോ സ്റ്റാർട്ടിങ്. എല്ലാ ജീവജാലങ്ങളുടെയും അധ്യക്ഷൻ അതാണ്. അത് എത്ര പ്രകാരത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് അവയെല്ലാം ഉണ്ടായി, എത്രയോ പ്രകാരമായ കാരണങ്ങൾ കൊണ്ട് പലതായി ഉണ്ടായി. അതായത് ഈ യൂട്യൂബ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രമോദിനെ സൃഷ്ടിച്ചു, വേറെ എന്തോ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരാളെ സൃഷ്ടിച്ചു. അങ്ങനെ ഓരോ കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് തന്നെ പല രൂപത്തിലായിട്ട് വന്നു. പല കാരണങ്ങളിലൂടെ പല യോനികളായിട്ട് പ്രത്യക്ഷപ്പെട്ടു. പശുവായിട്ട് പ്രത്യക്ഷപ്പെട്ടു. എന്തിന്? മനുഷ്യന് ഭക്ഷണം കിട്ടണമെങ്കിൽ പാല്, ഭക്ഷണത്തിൻ്റെ പ്രധാനമാണ് പാല് കിട്ടാൻ വേണ്ടിയിട്ട് പശുവായിട്ട് വന്നു, ധാന്യങ്ങളായിട്ട് വന്നു, ജലമായിട്ട് വന്നു, അങ്ങനെ പലതായിട്ടും വന്നു. എന്നിട്ട് അതിൻ്റെ എല്ലാം അധിഷ്ഠാതാവാണ് അദ്ദേഹം. അതിൻ്റെ എല്ലാം അധിഷ്ഠാതാവും അദ്ദേഹം തന്നെയാണ്. അതിൻ്റെ ഉത്ഭവത്തിന് പിന്നിലെ കാരണമായ ശക്തി ഭഗവാൻ തന്നെയാണ്. അതെല്ലാമായി മാറുന്നതിന് പിന്നിലുള്ള കാരണശക്തിയും ആ ഭഗവാൻ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിൽ തന്നെ സർവയജ്ഞങ്ങളെല്ലാം നടക്കുന്നു. ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം യജ്ഞങ്ങൾ നടക്കുന്നുണ്ട്. യജ്ഞം ചെയ്യുന്നതാണ് ഇപ്പം ഞാനിവിടെ യൂട്യൂബ് അപ്ലോഡ് ചെയ്യുന്നത് യജ്ഞം. ഞാൻ എന്തിനാണ് ഇത് പറയുന്നതെന്ന് വെച്ചാൽ, യജ്ഞം എന്നെല്ലാം കേൾക്കുമ്പോൾ നമ്മൾ ധരിച്ചു വെച്ചിട്ടുണ്ട് ഒരു കല്ല് അടുക്കി വെച്ച് അതിൻ്റെ അകത്ത് കുറേ ചാണക പൊടിയ അതെല്ലാം ഇട്ടിട്ട് കത്തിക്കുക. ഇതൊന്നും അല്ല യജ്ഞം. അത് യജ്ഞം തന്നെ. യജ്ഞം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് കർമ്മം ചെയ്യുന്നതും യൂട്യൂബ് അപ്ലോഡ് ചെയ്യുന്നതും എല്ലാം യജ്ഞം തന്നെയാണ്. അവയുടെ എല്ലാം മേൽനോട്ടം അദ്ദേഹം തന്നെയാണ് നടത്തുന്നത്. അവയുടെ മേൽ അതിന് പൂർണ്ണ ഭരണമുണ്ട്. അത് തന്നെയാണ് ഭരണം നടത്തുന്നത്. എന്നെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നതും അതാണ്. എനിക്കിത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഞാൻ എന്തെല്ലാം ഇവിടെ ചെയ്യുന്നുണ്ട് അതെല്ലാം എന്നെ കൊണ്ട് അതാണ് ചെയ്യിപ്പിക്കുന്നത്. അല്ലേ? ഞാനല്ല. എനിക്കങ്ങനെ തോന്നും ഞാനാണ് ചെയ്യുന്നതെന്ന്. ഓരോ സമയത്ത് മനസ്സിൽ ഓരോന്ന് തോന്നുന്നു, അതിനനുസരിച്ച് ഞാൻ പ്രവർത്തിക്കുന്നു. ചില സമയത്ത് ഓരോന്നങ്ങ് തോന്നിയാണ്, അതിനനുസരിച്ച് ഞാൻ ചെയ്യുകയാണ്. അത് ശരിയാണോ തെറ്റാണോ എന്നല്ല കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ആലോചിക്കുമ്പോൾ തോന്നും അത് ശരിയായോ തെറ്റായോ. ഓരോ നിമിഷത്തിൽ നമുക്ക് ഓരോ ചിന്തകൾ ഉണ്ടാക്കുന്നുണ്ട്. അതിലൂടെ യജ്ഞം ചെയ്യിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ മേൽ അതിന് പൂർണ്ണമായ ഭരണമുണ്ട്. അതുകൊണ്ട് എന്താര് ചെയ്യുന്നുണ്ടെങ്കിലും അതെല്ലാം ആ ശക്തി വിശേഷമാണ് ചെയ്യിക്കുന്നത് ഓരോ സമയത്ത്.
അവയുടെ എല്ലാ വ്യവസ്ഥകളെയും അദ്ദേഹം യഥായോഗ്യം നടത്തപ്പെടുന്നു. അവയുടെ എല്ലാ വ്യവസ്ഥകളും അതിനാൽ യഥായോഗ്യം അദ്ദേഹം തന്നെയാണ് നടത്തുന്നത്. ഞാൻ എങ്ങനെ യൂട്യൂബ് അപ്ലോഡ് ചെയ്യണം, എപ്പം യൂട്യൂബ് അപ്ലോഡ് ചെയ്യണം, ഏത് സമയത്ത് ചെയ്യണം, ഏത് ഭാഗം ചെയ്യണം, ഇതെല്ലാം ആ ശക്തി തന്നെയാണ് ആ വ്യവസ്ഥ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇന്ന സമയത്ത് നീ ഇന്ന ചെയ്യും. അത് ഓരോ വ്യക്തിയിലും അത് ആക്ട് ചെയ്യുന്നുണ്ട്. ഞാനിത് അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ചിലവർക്ക് കാണാൻ തോന്നുന്നതും ആ ശക്തി തന്നെയാണ് കാണാൻ പ്രേരിപ്പിക്കുന്നത്. അതൊന്നും നമ്മളല്ല, അതെല്ലാം അത് ഓൾറെഡി തീരുമാനിച്ച് വെച്ചതാണ്. അതിന് അതിൻ്റെതായ ലക്ഷ്യമുണ്ട്. നമുക്കറിയില്ല ഇതിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന്. അതാണ് അതിൻ്റെതായ ലക്ഷ്യമുണ്ട്. അതത് സാധിപ്പിച്ചെടുക്കുകയാണ്. അത് നല്ലതാണോ മോശമാണോ എന്നെല്ലാം നോക്കിക്കഴിഞ്ഞാൽ അത് നമ്മളുടെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ നല്ലത് തോന്നും, മോശമൊന്നും തോന്നും. പക്ഷെ അതൊന്നും തീരുമാനിക്കുന്നത് നമ്മൾ ആരുമല്ല. ആ ശക്തിക്ക് ഒരു ലക്ഷ്യമുണ്ട്. അതിന് വലിയ വിശാലമായ ലക്ഷ്യമാണ്, ചെറുതല്ല. എന്നിട്ട് പ്രളയകാലത്തെ എല്ലാം അദ്ദേഹത്തിൽ ലയിപ്പിക്കുന്നു. പ്രളയമാകുമ്പോൾ ഇതെല്ലാം മടക്കി കെട്ടിയിട്ട് എല്ലാത്തിനെയും ബ്രഹ്മത്തിൽ ലയിപ്പിക്കും. പിന്നെ ഒന്നുമില്ല, ശൂന്യമായ ഒരു, ഏതുപോലെ നമ്മളെ നക്ഷത്രങ്ങൾ കത്തിയെരിഞ്ഞുണ്ടാകുന്ന ഒരു ബ്ലാക്ക് ഹോൾ പോലെ ഈ പ്രപഞ്ചം മുഴുവൻ ഒരു നാൾ കത്തിയെരിഞ്ഞിട്ട് ബ്ലാക്ക് ഹോളായിട്ട് മാറും. ആ ബ്ലാക്ക് ഹോളിൻ്റെ അകത്ത് എന്താണെന്ന് ചോദിച്ചാൽ ബ്രഹ്മമാണ്. ബ്രഹ്മത്തിന് എന്താണ് രൂപം എന്ന് ചോദിച്ചാൽ അതിന് രൂപമില്ല, ഭാവമില്ല, ഒരു ചുക്കുമില്ല. ഏതുപോലെ എന്നാൽ ഒരു ചേന, ഞാൻ നേരത്തെ പണ്ടേ പറയുന്ന പോലെ ഒരു ചേന, ഇടിലില്ലി എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. ഇടി പൊട്ടുമ്പോൾ ഒരു സാധനം ഇങ്ങനെ പോയി ഇങ്ങനെ പൊന്തി വരും. അതുവരെ ഭൂമിയിൽ ഒളിച്ചു കിടക്കും. ഇടി പൊട്ടുമ്പോൾ അതിങ്ങനെ വരും, പിന്നെ അതിൽ തന്നെ പോകും. ചേനയിൽ നിന്ന് വളർന്നു വരും, ഉണങ്ങി അതിൽ തന്നെ പോകും. പിന്നെ ആ ചേനയുടെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒന്നും കാണാനില്ല, ചെടിയൊന്നും കാണാനില്ല. പക്ഷേ അതിൻ്റെ ജനിതക ഘടന രൂപത്തിൽ അതിലുണ്ട്. ആ ജനിതക ഘടന രൂപം എന്ന് പറയുന്നത് തന്നെ ഒരു പ്ലാനിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ആ പ്ലാനിന് രൂപവും ഭാവവും ഇല്ല. ഒരു വീടുണ്ടാക്കുന്നത് പ്ലാനിൽ നിന്നാണ്. പ്ലാനിന് അതിന് രൂപവും ഭാവവും ഇല്ല. പ്ലാൻ എന്ന് പറഞ്ഞാൽ പേപ്പറിലും വരക്കാം, കമ്പ്യൂട്ടറിലും വരക്കാം, എന്തിലും വരക്കാം. പക്ഷെ അതിന് രൂപവും ഭാവമൊന്നുമില്ല. അതിനെ വർണ്ണിക്കാൻ പറ്റില്ല. അതിന് എന്തോ ഉണ്ട്, പ്ലാനിലെല്ലാം ഉണ്ട്, നമുക്കറിയാം, ഒരു പ്ലാന്, പ്രോഗ്രാം. പക്ഷെ അത് ഏത് രൂപത്തിലാണെന്ന് വർണ്ണിക്കാനൊന്നും നമുക്ക് പറ്റില്ല. അതുപോലെ ഒരു പ്ലാനിൻ്റെ അകത്തുണ്ട്. ആ ബ്ലാക്ക് ഹോളിൻ്റെ അകത്ത് അദൃശ്യമായ ബ്രഹ്മമുണ്ട്. ബ്രഹ്മത്തിലൊരു ജനിതക ഘടനയുണ്ട്. അത് അദൃശ്യമായ ജനിതക ഘടനയാണ്. അതിൽ നിന്നാണ് പ്രപഞ്ചമായി മാറുന്നതും നക്ഷത്രമായി മാറുന്നതും പിന്നെ കത്തിയെരിഞ്ഞ ബ്ലാക്ക് ഹോളായിട്ട് പോകുന്നതും. അവിടെ നോക്കിയാൽ ഒന്നും കാണില്ല. കാരണം അത് നമ്മുടെ പഞ്ചഭൂതങ്ങളെ കൊണ്ട് നിർമ്മിച്ചതല്ല. നമ്മുടെ അവയവങ്ങളെ കൊണ്ട് അതിനെ കാണാൻ പറ്റില്ല. കാരണം ബ്രഹ്മത്തിന് രൂപവും ഭാവവും ഒന്നുമില്ല. പിന്നെ സൃഷ്ടികാലത്ത് വീണ്ടും ആവിർഭവിക്കുന്നു. പിന്നെ അതിൽ നിന്ന് ഈ കത്തിയെരിഞ്ഞ നക്ഷത്രങ്ങൾ പിന്നെ ഒരു കാലത്ത് അതേപോലെ ആ പ്ലാൻ അനുസരിച്ച് ഉണ്ടായി വരും. അപ്പൊ അവിടെ നിന്ന് തന്നെ ഇലക്ട്രോണും ഉണ്ടാവും, പ്രോട്ടോണും ഉണ്ടാവും. ശൂന്യമായതിൽ നിന്നാണ് ഇലക്ട്രോണും പ്രോട്ടോണും ഉണ്ടായത്. ശൂന്യമായി കിടക്കുന്ന ആ ശക്തി വിശേഷമാണ് നിർഗുണമായ ബ്രഹ്മം. അതിനെ നമുക്ക് കാണാനോ പറ്റില്ല, കാരണം അത് അതിനെ അളക്കാനൊന്നും പറ്റില്ല. കാരണം അതിന് രൂപമില്ല, ഭാവമില്ല, ഒരു ഗുണവുമില്ല. പക്ഷെ അതിൽ നിന്നും ഒരു പ്രേരക ശക്തി, ഒരു പ്ലാനായിട്ട് രൂപാന്തരം പ്രാപിച്ചിട്ട് അത് തന്നെ ഇലക്ട്രോണും പ്രോട്ടോണുമായിട്ട് ഇങ്ങനെ വികസിച്ചു വരും. ഈ രഹസ്യം മനസ്സിലാക്കിയ വ്യക്തി പരമനിർവാണ രൂപമായ ശാന്തിയെ പ്രാപിക്കുന്നു. ഈ സത്യം മനസ്സിലാക്കാൻ കഴിവുള്ളവര് എങ്ങനെ വെറുതെ ബൈഹാട്ട രൂപത്തിൽ മനസ്സിലാക്കിയുണ്ടായില്ല, ആ തരത്തിൽ ഭാവനയിലൂടെ അത് മനസ്സിലാക്കാൻ കഴിവുള്ളവന്
ആ നിർവ്വാണ അവസ്ഥയെ പ്രാപിക്കും, അവൻ ശാന്തിയെ പ്രാപിക്കുന്നു. അതെല്ലാവർക്കും പറ്റില്ല രൂപത്തിൽ മനസ്സിലാക്കാൻ. ഇനി 12 അഖിലത്തെയും തൻ്റെ ശരീര അധീനതയിൽ നിലനിർത്തുന്ന രുദ്രരൂപിയായ പരമേശ്വരൻ. രുദ്രരൂപിയായ പരമേശ്വരൻ. അപ്പൊ ആ പരമേശ്വരൻ ആദ്യം രുദ്രരൂപത്തിലാണ് വന്നത്. രുദ്രൻ എന്ന് പറഞ്ഞത് ആറ്റമാണ്. രുദ്രൻ ആറ്റമാണ്. ആറ്റങ്ങളെ കൊണ്ടാണ്, ഇന്ന് ആധുനിക സയൻസോട് ഉപയോഗിക്കുക, ആറ്റം കൊണ്ടാണ് ഈ പ്രപഞ്ചമെല്ലാം ഉണ്ടായിരിക്കുക. അതാണ് രുദ്രരൂപമായ പരമേശ്വരൻ. ആ രുദ്രരൂപമായ പരമേശ്വരൻ അഖിലത്തെയും തൻ്റെ അധീനതയിൽ നിർത്തുന്നു. കാരണം ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും, ഈ ശരീരമടക്കം ആറ്റങ്ങളാൽ ബന്ധിതമാണ്, അധീനതയിലാണുള്ളത്, ആറ്റങ്ങളെ കൊണ്ട് നിർമ്മിച്ചതാണ്. ഇന്ദ്രാദി എല്ലാ ദേവതകളെയും സൃഷ്ടിക്കുകയും വളർത്തുകയും ചെയ്യുന്നു. അദ്ദേഹത്തിൽ നിന്നാണ് ഇന്ദ്രാദികളായ ബലങ്ങളെല്ലാം ഉത്ഭവിച്ചിരിക്കുന്നത്. ആ രുദ്രൻ ആറ്റം ഉണ്ടാകുമ്പോൾ തന്നെ അതിലെന്തുണ്ട്? ഊർജമുണ്ട്, എനർജി ഉണ്ട്, ഫോഴ്സ് ഉണ്ട്, എല്ലാം അതിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്ദ്രാദികളായ എല്ലാ ദേവതകളെയും സൃഷ്ടിക്കുകയും വളർത്തുകയും ചെയ്യുന്നു. ആ ആറ്റങ്ങളാണ് വളർന്ന് പലതരം ബലങ്ങളാണ് ഇന്ദ്രൻ. ഇന്ദ്രന്റെ സഹായത്താൽ പല വസ്തുക്കളെയും ആറ്റങ്ങളെയും കൂട്ടിച്ചേർത്തുകൊണ്ട് അവയെ ഏകോപിപ്പിക്കുന്ന ശക്തിയാണ് ഇന്ദ്രൻ എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അവയിലൂടെ ഏകോപിപ്പിച്ചിട്ടാണ് ഈ ആറ്റങ്ങളെയെല്ലാം കൂടിച്ചേർത്ത് വളർന്ന് ഈ വലിയ പ്രപഞ്ചമായ പ്രകൃതിയായിട്ട്, മായാപ്രകൃതിയായിട്ട് മാറിയിരിക്കുന്നത്. അദ്ദേഹം ജ്ഞാനസ്വരൂപിയും. ആ ശക്തിയുടെ ഏതിലൂടെയാണ് ഇത് സൃഷ്ടിച്ചിരിക്കുന്നത്? സയൻസിലൂടെ, കെമിസ്ട്രിയിലൂടെ. ഈ ആറ്റങ്ങൾ കെമിസ്ട്രിയിലൂടെയാണ് ഈ പ്രപഞ്ചമായിട്ട് മാറിയിരിക്കുന്നത്. അതിൻ്റെ അധികാരിയുമാണ്. ആ ജ്ഞാനവും അതിൻ്റെ എല്ലാം അധികാരിയുമാണ് ഈ രുദ്രരൂപിയായ പരമേശ്വരൻ. അങ്ങനെ അദ്ദേഹം ആദിരൂപമായ ഹിരണ്യഗർഭൻ എന്ന രൂപത്തിൽ ആദ്യം പ്രത്യക്ഷമായി. ആദ്യം ഹിരണ്യഗർഭൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ഹിരണ്യഗർഭൻ എന്ന് പറയുന്നത് ആദ്യത്തെ ജനിതക ഘടനയാണ്. ചേനയുടെ അകത്തുള്ള ഒരു ജനിതക ഘടനയുണ്ട്. അതാണ് വികസിച്ച് ചേനയായിട്ട് മാറുന്നത്. അതായത് പ്രപഞ്ചത്തിൻ്റെ നക്ഷത്ര സമൂഹത്തും അതിലടങ്ങിയിരിക്കുന്നതിൻ്റെ എല്ലാം ഒരു ജനിതക രൂപം ആദ്യം ആ ബ്ലാക്ക് ഹോളിൻ്റെ അകത്ത് രൂപാന്തരപ്പെടുന്നു ഒരു പ്ലാൻ അനുസരിച്ച്. ആ പ്ലാൻ അനുസരിച്ചാണ് പിന്നെ അത് വികസിച്ച് പ്രപഞ്ചമായി മാറുന്നത്. നമ്മുടെ മനസ്സിൽ നിന്നും ഒരു ഐഡിയ, ഒരു പ്ലാൻ രൂപത്തിൽ വരുന്നു. ആ പ്ലാനാണ് സാമ്പാറായി മാറുന്നതും ആ പ്ലാൻ തന്നെയാണ് വീടായിട്ട് പരിവർത്തനം ചെയ്യുന്നതും. അത് പേപ്പറിൽ എഴുതി വെക്കണമെന്നൊന്നുമില്ല. നമ്മളെ മനസ്സിൽ നിന്നും ഒരാശയം ഇങ്ങനെ വരുന്നു. ആ ആശയം ഒരു പ്ലാൻ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. ആ പ്ലാൻ അനുസരിച്ച് നമ്മൾ വീട്ടിൽ രാവിലെ സാമ്പാർ, മറ്റേ ദോശയും സാമ്പാറാക്കും, അല്ലെങ്കിൽ ചിലപ്പം പുട്ടും കറിയെല്ലാക്കും. അതെല്ലാം ആ മനസ്സിൽ നിന്ന് വരുന്ന ആശയമാകുന്ന പ്ലാനാണ്. അല്ലെങ്കിൽ മനസ്സിൽ വരുന്ന ആ പ്ലാനിൽ നിന്നാണ് വീട് പലതരത്തിലുള്ള വീടായിട്ട് രൂപാന്തരം പ്രാപിക്കുന്നത്. അതൊന്നും ദ്രവ്യമല്ല. അതുപോലെ ആദിരൂപമായ ഹിരണ്യഗർഭൻ പ്രപഞ്ചമുണ്ടാകുമ്പോൾ ആദ്യം ഒരു ഹിരണ്യഗർഭത്തിൽ നിന്നാണ് ബ്രഹ്മദേവാദികൾ, ആദ്യ ബ്രഹ്മദേവനെല്ലാമായി മാറിയത് ആ പരമേശ്വരൻ തന്നെയാണ്. ആ പരമേശ്വരൻ നമുക്ക് സൽബുദ്ധി നൽകട്ടെ എന്ന് പറയുകയാണ്. നമുക്ക് ഈ ബുദ്ധി നൽകുന്നതും ആ പരമേശ്വരനാണ്. ആ സൽബുദ്ധി
ആ പരമേശ്വരനെ പ്രാപിക്കുവാനുള്ളതാണ്. അങ്ങനെ ലഭിക്കുന്ന ആ സൽബുദ്ധി എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ച രഹസ്യം എവിടത്തിൽ നിന്ന് ബ്രഹ്മത്തിൽ നിന്ന് തുടങ്ങി എങ്ങനെ ഈ പ്രപഞ്ചമെല്ലാം ഉണ്ടായി എന്നുള്ള ആ സൽബുദ്ധി മനസ്സിലാക്കാനുള്ള സൽബുദ്ധി നമുക്ക് നൽകട്ടെ. ആ സൽബുദ്ധി എന്തിനു വേണ്ടിയാണ്? പരമേശ്വരനെ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അതോടുകൂടി ആ വ്യക്തി ബ്രഹ്മസാക്ഷാത്കാരത്തിലേക്ക് നീങ്ങുകയാണ്, പരമേശ്വര പ്രാപ്തിയിലേക്ക് നീങ്ങുകയാണ്. ഉള്ളതാണ്, പരമേശ്വര പ്രാപ്തിക്ക് ഉള്ളതാണ്. ഗായത്രി മന്ത്രത്തിലൂടെ ഈ ബുദ്ധിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുന്നത്. ആ ഗായത്രി മന്ത്രത്തിലും എല്ലാം ഉള്ളത്, അതിലൂടെ പ്രാർത്ഥിക്കുന്നതും ഈ ബുദ്ധി ലഭിക്കുവാൻ വേണ്ടിയാണ്. ഈ സത്യം, പ്രപഞ്ച സൃഷ്ടിക്ക് പിന്നിലുള്ള രഹസ്യം മനസ്സിലാക്കാൻ വേണ്ടി ആണ് നമ്മൾ ഗായത്രി മന്ത്രത്തിലൂടെ പ്രാർത്ഥിക്കുന്നത്. ഈ ബുദ്ധി, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഗായത്രി മന്ത്രത്തിലൂടെ ചുരുക്കി പറഞ്ഞിരിക്കുകയാണ്. ആ ബുദ്ധി, പ്രപഞ്ച സൃഷ്ടി രഹസ്യം, അത് എനിക്ക് ലഭിക്കട്ടെ.